ജമ്മു കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ ഓരോ 100 മീറ്റർ കൂടുമ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വന്ന് ഐഡന്റി കാർഡ് പരിശോധിക്കും. അത് ആ സ്ഥലത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? അതേപോലെ തന്നെ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് പ്രശ്നം ഉള്ളത് കൊണ്ട് പല ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാകും, പല സ്ഥലങ്ങളിലും ചെക്കിംഗ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടക്കും. അപ്പൊ അവിടെ ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെടുക്കുന്ന കേസ് വലുതായിരിക്കും. അല്പമെങ്കിലും യുക്തിസഹമായി ചിന്തിക്കുന്ന ആളുകളിലൊക്കെ അസാധാരണമായ കൗതുകം നിറയ്ക്കുന്ന വാദങ്ങളാണ് ബഹുമാനിയനായ BJP ആഭിമുഖ്യം പുലർത്തുന്ന നമ്മുടെ സഹപാനലിസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ നോക്കൂ, കാശ്മീരിൽ 100 മീറ്റർ ഇടവിട്ട് പരിശോധനയുണ്ട്. അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടാണോ അക്കരെ നിന്ന് ശത്രു രാഷ്ട്രമെന്ന് പൊതുവിൽ നിങ്ങളൊക്കെ പറയാറുള്ള പാകിസ്ഥാനിൽ നിന്ന് 26-ലധികം വരുന്ന മനുഷ്യന്മാരെ തീവ്രവാദികൾ കടന്നു കയറി വന്ന് വെടിവെച്ച് കൊന്നുകളഞ്ഞിട്ട് ഒരാളെ പോലും പിടികൂടാൻ കഴിയാതെ കടന്നുപോയത് എങ്ങനെയാണ്? 100 മീറ്റർ ഇടവിട്ട് ചെക്കിംഗ് ഉണ്ടായിരുന്ന കാശ്മീരിനെ സംബന്ധിച്ച് അന്തസ്സും വിവരവുമുള്ള ഒരു BJP നേതാവ് പോലും, പ്രത്യേകിച്ച് ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടന്ന അവസരത്തിൽ ഒരാളും അതിന്റെ സെക്യൂരിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല, അതിനെ മേനി നടിച്ചിട്ടില്ല. പക്ഷെ എന്താണ്, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ച് ജയിലിൽ അടച്ചതിനെ ന്യായീകരിക്കാൻ വന്ന BJP ആഭിമുഖ്യമുള്ള നേതാവ് ആ BJP നേതാക്കന്മാരെക്കാൾ തോൽപ്പിക്കുന്ന ചർമ്മബലത്തോടുകൂടെ കാശ്മീരിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഛത്തീസ്ഗഡിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ഭീഷണിയാണ് അദ്ദേഹം കണ്ടെത്തുന്ന പുതിയ വാദം. ഇരിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, സ്റ്റാൻ സ്വാമിയെ ജയിലിലിട്ട് കൊന്നുകളഞ്ഞപ്പോൾ ഏത് മാവോയിസ്റ്റ് ഭീഷണിയായിരുന്നു നിങ്ങൾ കാരണമായി പറഞ്ഞത്? ഏത് സെക്യൂരിറ്റി ബ്രീച്ച് ആയിരുന്നു നിങ്ങൾക്ക് അനവസരത്തിൽ അല്ലെങ്കിൽ അലോസരം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്? 80 വയസ്സ് പിന്നിട്ട ജസ്യൂട്ട് സമുദായ അംഗമായ കത്തോലിക്ക പുരോഹിതൻ, വിറയാർന്ന കൈകളാൽ പാർക്കിൻസൺസ് രോഗബാധിതനായ മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം ചുണ്ടോടടിപ്പിച്ച് കുടിക്കാൻ കഴിയാതെ വന്നപ്പോൾ സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ മുഖാന്തരം ഒരു സ്ട്രോ അനുവദിച്ചു നൽകുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തായിരുന്നു BJP ആഭിമുഖ്യമുള്ള പ്രതിനിധി അന്ന്? ഇന്ത്യൻ തീവ്രവാദികളായ ഇന്ത്യൻ RSS 80 വയസ്സ് പിന്നിട്ട കത്തോലിക്ക സമുദായ അംഗമായ ഒരു പുരോഹിതനോട് പറഞ്ഞ മറുപടി, വിറയാർന്ന കൈകളാൽ പാർക്കിൻസൺസ് രോഗബാധിതനായ സ്റ്റാൻ സ്വാമി വെള്ളം കുടിക്കാതെ ജയിലിൽ കിടന്ന് ചത്ത് മലച്ചാലും ശരി അയാൾക്ക് വെള്ളം കുടിക്കാൻ സ്ട്രോ കൊടുക്കില്ല എന്ന് പറഞ്ഞതാണ്. ജയിലിൽ മാവോയിസ്റ്റ് ഉണ്ടായിരുന്നോ? അതോ സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായിരുന്നോ? ഇതൊക്കെ ആലോചിച്ചിട്ട് വേണമെന്ന് പറയാൻ. അതോ ഇവരെ ഭയപ്പെടുത്തി ഇവരെ കൊണ്ട് പറയിപ്പിച്ചതാണോ? അത് അന്വേഷണം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവർ ഈ പറഞ്ഞ പോലെ പാവപ്പെട്ട കുട്ടികളാണ്, അവരെ ആർക്ക് വേണമെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരെ ആര് ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന കാര്യമാണ് നമുക്ക് ഇവിടെ അറിയുന്നത്. ടോണി ജോസഫ് പുജേക്കുന്നിലേക്ക് വരെ ജയിക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ജയിക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ജയിക്ക്, ഇതൊരു ക്രമസമാധാന പ്രശ്നമാണ്, പോലീസ് എത്തി FIR ഇട്ടു, അത് കോടതിയിലെത്തിയിരിക്കുന്നു എന്നൊരു സ്വാഭാവിക ഗതിയിലുള്ള നീക്കങ്ങൾ എന്ന മട്ടിലാണ് ഇതിപ്പോ മിഥുൻ വിശദീകരിക്കുന്നത്. ഇവിടെ അങ്ങയുടെ മറുപടി? ഇല്ല, ഞാൻ ഈ വിഷയത്തിന്റെ ഒന്നും സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. ഇതിപ്പോ സമീപത്ത് എത്ര നാളുകളായി, എത്ര മാസാന്തരങ്ങൾ, വർഷാന്തരങ്ങളായി ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസം ഉണ്ടായത് ഛത്തീസ്ഗഡിൽ ആണ് എന്നുള്ളത് മാത്രം. ഇതിന്റെ എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് വിശാലമായ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ഛത്തീസ്ഗഡിന്റെയോ ഏതെങ്കിലും ഒരു മണിപ്പൂരിന്റെയോ ഏതെങ്കിലും ഒരു ചുരാചന്ദ്പൂരിന്റെയോ ഏതെങ്കിലും ഒരു ഒറീസയുടെയോ ഏതെങ്കിലും ഒരു കാന്തബാലന്റെയോ മാത്രം പ്രശ്നമല്ല. ഇതൊരു വിശാല പദ്ധതിയാണ്. ആ വിശാല പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ സംഘപരിവാരം, ലക്ഷണമൊത്ത ഇന്ത്യയിലെ ഒന്നാമത്തെ തീവ്രവാദ സംഘം എങ്ങനെ തങ്ങൾക്ക് അനഭിമതരായ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാരെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം, എങ്ങനെ തങ്ങളുടെ മതരാഷ്ട്ര സംസ്ഥാപനം അർത്ഥസമ്പൂർണ്ണ ഇന്ത്യയിൽ നടത്താം, ഈ വിശാല പദ്ധതിയുടെ 100 കണക്കിന് വരുന്ന അനുഭവങ്ങളിൽ ഇന്ന് 2025 ജൂലൈ മാസത്തിൽ നമ്മൾ ഒത്തുചേർന്ന ഈ സമയത്ത് ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസം ഇന്നുണ്ടായിരിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ ഇതിന്റെ ഒരു സൂക്ഷ്മതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു സംഘപരിവാർ ആഭിമുഖ്യം പുലർത്തുന്നയാൾ തൊട്ട് മുമ്പ് പറയുന്നു സാധാരണപ്പെട്ട കുട്ടികളാണ്, അവർക്ക് ഭയമുണ്ടായിരിക്കാം, ഇത്യാദി കാര്യങ്ങൾ അതൊക്കെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇത് എല്ലാ കേസിലും ഇങ്ങനെയായിരുന്നില്ലേ? അങ്ങ് പരിശോധിച്ച് നോക്ക്. ഏത് കേസും അത് ഞാൻ ഈ മേൽ സൂചിപ്പിച്ചതൊന്നും സ്ഥലനാമങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ. സംഘപരിവാർ രാഷ്ട്രീയത്താൽ, ഇന്ത്യൻ തീവ്രവാദ ശക്തികളാൽ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ കറകളഞ്ഞ ആക്രമണങ്ങളെ ഏറ്റുവാങ്ങേണ്ട വന്ന 1000 അനുഭവങ്ങളുടെ പ്രതീകങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരുകൾ അത്രയും. ആ എല്ലാ പേരുകളിലും ഇവരെ പോലുള്ള ആളുകൾക്ക് ഇത്തരം ന്യായവാദികൾ ഉണ്ടായിരുന്നു. പാവപ്പെട്ട കുട്ടികളായിരുന്നില്ലേ, അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കില്ലേ, പോലീസ് കേസെടുത്തതിനെ തുടർന്ന് മറ്റു വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ, ഇത്യാദി വിദണ്ഡവാദങ്ങൾ, നട്ടാർ കുരുക്കാത്ത പച്ച നുണ, യാതൊരു എളുപ്പമില്ലാതെ ഏതിത്തരം പ്രശ്നങ്ങളുടെ ഘട്ടത്തിലും ഇമാതിരി ആളുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല ബോധ്യത്തോടുകൂടെ പറയുന്നത്, അതിന്റെ ഒന്നും സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. പക്ഷെ മതനിരപേക്ഷവാദികൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിലെ അതേപോലെ തന്നെ ഇന്ത്യ സെക്കുലറായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യ എമ്പാടുമുള്ള മനുഷ്യന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊരു വിശാല സംഘപരിവാർ പ്രോജക്ടിന്റെ ഭാഗമാണ്. ആ ഭാഗമായതിന്റെ 100 കണക്കിന് വരുന്ന ആവർത്തനങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ഈസ്റ്റർ ദിനത്തിൽ, ഏതെങ്കിലും ഒരു ക്രിസ്മസ് ദിനത്തിൽ, ഏതെങ്കിലും ഒരു പരിപാവനമെന്ന മതവിശ്വാസികൾ പൊതുവിൽ കരുതുന്ന അവരവരുടേതായ ദിനങ്ങളിൽ ഏതെങ്കിലും സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ തീവ്രവാദി നേതാക്കന്മാർ വന്ന് അരമനകളിൽ വന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ, അവിടെ വന്ന് കൈമുത്തുമ്പോൾ, അവിടെ വന്ന് നമ്മളോട് സുസ്മേരവതനായി ചില പുതുകാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ
അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറന്നു പോകേണ്ടതല്ല എന്ന് മതനിരപേക്ഷവാദികളായ, ഇതൊരു ക്രിസ്ത്യൻ പ്രശ്നമായിട്ടല്ല നമ്മൾ ഛത്തീസ്ഗഡിനെ കാണേണ്ടത്, മണിപ്പൂരിനെ കാണേണ്ടത് ഒരു ക്രിസ്ത്യൻ പ്രശ്നമായിട്ടല്ല, ആഗ്രയും യു പിയെയും കാണേണ്ടത് ഒരു ക്രിസ്ത്യൻ പ്രശ്നമായിട്ടല്ല, ഫത്തേപൂർ സിക്രിയെയും മധുരയും കാണേണ്ടത് ഒരു മുസ്ലിം പ്രശ്നമായിട്ടല്ല. കാരണം പേരുകൾ മാറി വരുന്നതേയുള്ളൂ. ഇന്റേണൽ ത്രെറ്റ്സ് അഥവാ ആഭ്യന്തര ശത്രുക്കൾ എന്ന നിലയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വേദപുസ്തകം അഥവാ അവരുടെ ബൈബിൾ പറയുന്നത് ലക്ഷണമൊത്ത ഉന്മൂലനം നടത്തേണ്ട വിശാലാർത്ഥത്തിലെ സൂക്ഷ്മതകളുള്ള 3 പേരിൽ ഒന്നാമത്തേത് ക്രൈസ്തവരും മുസ്ലിങ്ങളും മാർക്സിസ്റ്റുകാരുമാണ് എന്നുള്ളത് ഇന്റേണൽ ത്രെറ്റ്സിൽ ഏതു അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാവുന്ന സാധാരണക്കാരനായ ഏതു മനുഷ്യനും മനസ്സിലാകും വിധം ഇവരുടെ ബൈബിളിൽ വേദപുസ്തകത്തിൽ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ തള്ളിക്കളയാത്ത അത്രയും കാലം ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഇവരുടെ ചതിക്കുഴികളിൽ പെടാതെ മാനായും മാരീജനായും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആ നിലയിൽ ഇന്ത്യൻ തീവ്രവാദികൾ നമുക്കിടയിലേക്ക് വരുമ്പോൾ മാനായി വന്നാലും മാരീജനായി വന്നാലും നിങ്ങളുടെ തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ ദംഷ്ട്രം മാറ്റാതെ ഞങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഒരു പുല്ലിന്റെ പോലും വിലയുണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ശക്തിയുക്തം എപ്പോൾ തയ്യാറാകുമ്പോ അപ്പോൾ മാത്രമാണ് ഈ ദംഷ്ട്രകളെ, ഈ ആക്രമണങ്ങളെ ഇന്ന് ഛത്തീസ്ഗഡിലും കഴിഞ്ഞ ദിവസം മണിപ്പൂരിലും അതിനു മുമ്പ് ചുരാചന്ദ്പൂരിലും അതിനു മുമ്പ് മധുരയിലും അതിനു മുമ്പ് ഫത്തേപൂർ സിക്രിയിലും അതിനു മുമ്പ് യു പിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായ ഈ ദംഷ്ട്രകളുടെ തേറ്റത്തെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്നത് ഈ വിശാലമായ രാഷ്ട്രീയ ജാഗ്രത നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നിടത്താണ്. അതുകൊണ്ട് ഇതൊരു സ്ഥലനാമം എന്ന നിലയിൽ, ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തിലുണ്ടായ ഒരു പ്രശ്നം എന്ന നിലയിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിലെ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ഒരു പ്രശ്നം എന്ന നിലയിൽ നമ്മൾ ചർച്ച ചെയ്താൽ പൂവുകളിൽ അത്ഭുതം കൂറുക മാത്രമായിരിക്കും. വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയാതെ പോയ ഒരു കാര്യമായിട്ട് അത് അധപ്പതിക്കും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊരു വിശാലമായ പ്രോജക്റ്റ് ആണെന്നും ഇതിന്റെ അടിത്തറയും മേൽക്കൂരയും എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം മാത്രമാണ് എന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം ഇതിനെ ഫലപ്രദമായി അത് ചുരാചന്ദ്പൂരിലോ ഛത്തീസ്ഗഡിലോ മണിപ്പൂരിലോ ഒറീസയിലോ കാന്തമാനിലോ ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെയും മധുരയിലും ഫത്തേപൂർ സിക്രിയിലും ഡൽഹിയിലും നോർത്ത് ഡൽഹിയിലും യു പിയിലും ഒക്കെ മുസ്ലിം മതവിശ്വാസികൾക്കെതിരെയും ഗൗരി ലങ്കേഷ് മുതൽ നരേന്ദ്ര ദാബോൽക്കർ വരെയുള്ള ഹിന്ദുമത വിശ്വാസികളെ അനഭിമിതരായ മുഴുവൻ ആർ എസ് എസിന് അനഭിമിതരെന്ന് തോന്നുന്ന മുഴുവൻ മതനിരപേക്ഷവാദികളെയും വെടിവെച്ച് കൊന്നുകളയുന്ന അല്ലെങ്കിൽ ആക്രമിച്ചില്ലാതാക്കാനുള്ള ഈ ഉന്മൂലന രാഷ്ട്രീയം ഈ പ്രൊജക്ട് തുടർന്നുകൊണ്ടേയിരിക്കും. അവിടെയാണ് ബഹുമാനിയനായ മറ്റൊരു സഹപാനലിസ്റ്റോട് എനിക്ക് വിയോജിക്കേണ്ടതായി വരുന്നത്. ശരിയാണ്, ആത്യന്തികമായി നമ്മളെല്ലാവരും സമാധാനം പുലരണമെന്നും നമ്മളെല്ലാവരും സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നവരുമൊക്കെയാണ്. തർക്കവിതർക്കങ്ങൾ ഏതുമില്ല, രാഷ്ട്രീയ പതാകയുടെ നിർവ്യത്യാസങ്ങൾ ഏതുമാകട്ടെ. പക്ഷെ പ്രത്യേകത എന്താണ്? നമ്മൾ പ്രതികരിക്കാൻ മനോഭാവമുള്ളവരായി മാറണ്ടേ? അങ്ങ് സൂചിപ്പിച്ചതുപോലെ ക്രിസ്തു എല്ലായ്പ്പോഴും ഒരു കർണത്തടിച്ചപ്പോൾ മറുകർണം മാത്രം കാണിച്ചു കൊടുത്തിരുന്നയാളായിരുന്നോ? ചാട്ടവാറെടുത്ത ക്രിസ്തുവിനെ ക്രിസ്തുമത വിശ്വാസികൾ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായി കരുതുന്ന ബൈബിൾ അനാവരണം ചെയ്യുന്നില്ലേ? എങ്ങനെയാണ് ക്രിസ്തുവിന്റെ പ്രതികരണം? തന്റെ പിതാവിന്റെ ആലയത്തെ പ്രാവ് കച്ചവടക്കാരുടെ, വട്ടിപ്പലിശക്കാരുടെ, നാണയം മാറ്റലുകാരുടെ, കച്ചവടക്കാരുടെ കേന്ദ്രമായി തന്റെ ആലയത്തെ മാറ്റിയപ്പോൾ ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കുന്ന ക്രിസ്തുവിനെ അല്ല നമ്മൾ കാണുന്നത്. സമാധാന ചിത്തരായി പള്ളിയുടെ അരമനയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെ അല്ല നമ്മൾ കാണുന്നത്. ക്രിസ്തുമത വിശ്വാസികൾ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായി പറയുന്ന ബൈബിൾ പറയുന്നു, അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം ചാട്ടവാർ എടുത്തുകൊണ്ടാണ്, ബഹുമാനിയനായ പാനലിസ്റ്റ് അങ്ങ് ഓർമ്മിക്കണം, ഞാൻ ആവർത്തിക്കുന്നു, ചാട്ടവാർ എടുത്തുകൊണ്ട് അടിച്ചോടിക്കുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. അങ്ങയുടെ ഓർമ്മയിലില്ലേ? നമ്മളൊക്കെ എത്രയോ തവണ വായിച്ചിട്ടുണ്ട് നമ്മുടെ മഹാകവികളുടെ കാവ്യസമാഹാരത്തിലടക്കം. വേശ്യാവൃത്തിയിലൂടെ എന്ന് ആരോപിക്കപ്പെട്ട സ്ത്രീയെ പിടികൂടുന്നു അല്ലെ? പിടികൂടപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഒരാൾക്കൂട്ടം തീരുമാനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രതികരണം, ആ കൊലപാതകം നടന്നുകൊള്ളട്ടെ, ഞാൻ അരമനയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഞാൻ മറുകരണം കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്വർഗത്തിലോ നരകത്തിലോ വെച്ച് ഈ ശത്രുക്കൾ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയല്ലല്ലോ. ക്രിസ്തുവിന്റെ ചാട്ടവാറുളി പോലത്തെ പ്രയോഗം എന്താണ്? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. നട്ടെല്ല് വളച്ച് ശിരസ് കുനിച്ചു നിന്നിട്ടല്ല, നട്ടെല്ല് നിവർത്തി കല്ലെറിയാൻ ആൾക്കൂട്ടം തയ്യാറായി വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ഒറ്റയ്ക്ക് നിന്ന പെൺകുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്തു പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. നട്ടല്ലോടുകൂടെ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ട ഘട്ടമാണിത്. ഏത് അധികാരത്തിന്റെയും മുഖത്ത് നോക്കി, നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെയും ഇതര മതവിശ്വാസങ്ങളിൽ പെടുന്നവരുടെയും മതവിശ്വാസത്തിന്റെയും ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെയും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മറ്റു പ്രവർത്തനങ്ങളുടെയും ഭാഗമായി നിങ്ങളിൽ ആരെങ്കിലും വ്യക്തിപരമായി ശാരീരികമായി ആക്രമിക്കപ്പെടുമ്പോൾ ആക്രമിക്കുന്ന കൂട്ടത്തിന്റെ നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവട്ടെ, ഇന്ത്യൻ രാഷ്ട്രപതിയാവട്ടെ, മുഖ്യമന്ത്രിയാവട്ടെ, അധികാര രാഷ്ട്രീയത്തിന്റെ ഏത് ഉന്നതമായ ഗോപുരങ്ങളിലും വിരാജിക്കുന്നവരാവട്ടെ, അവരുടെ മുഖത്തു നോക്കി ക്രിസ്തു ചാട്ടമാറെടുത്തതുപോലെ ഇല്ലെങ്കിൽ പോലും നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ആൾക്കൂട്ടത്തോട് വിളിച്ചു പറയാൻ കാണിച്ച തന്റെ ഇടം, കരളുറപ്പ്, അതാണ് മനുഷ്യത്വം. അത് ഉയർത്തി കാണിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ സുഖലോലുപമായ പളുപള വർത്തമാനങ്ങൾ കൊണ്ട് ഇത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ കഴിയില്ല എന്ന് ചുരുങ്ങിയ പക്ഷം അങ്ങ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, മീഡിയ വണ്ണിന്റെ ഒരു വാർത്താ ശകലം, അത് കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട അംഗങ്ങളായിരുന്നില്ല, വിശാലമായ അർത്ഥത്തിൽ ക്രിസ്തുമത വിശ്വാസികളായ പെന്തക്കോസ്ത് സമാന്തര വിഭാഗങ്ങൾക്ക് നേരെ കേരളത്തിൽ RSSന്റെ ഒരു ആക്രമണം ഉണ്ടായി. ഞാൻ മീഡിയ വണ്ണിന്റെ വാർത്താ ശകലം നിർബന്ധമായി അങ്ങയുടെ ആർക്കൈവിൽ കാണും.
ആ ആർക്കൈവിലെ വാർത്താ ശകലത്തിൽ കാണുന്ന വീഡിയോ ദൃശ്യം എന്താണ്? സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, അന്ന് UDF മന്ത്രിസഭ ഭരിക്കുന്ന ഘട്ടമാണ്, ഇവർ സമരമിരിക്കുമ്പോഴോ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ആ സമയത്തെ ചീഫ് വിപ്പ് പൂഞ്ഞാർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്, അന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആ സമരത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ പറഞ്ഞു, പല ആളുകളും അക്രമത്തിനെതിരെ സംസാരിച്ചു, അക്രമം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, അപലപിക്കുന്നു എന്ന് പറഞ്ഞു, സമാധാനത്തിന്റെ പതാക ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ്, അന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു, തല്ല് കൊള്ളാൻ കാരണമായത് RSS ആണ് എന്ന് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് എന്തേ ഭയം? ആ ഭയം നമ്മളെ പിടികൂടാൻ പാടില്ല. ഇതിന് കാരണം സംഘപരിവാരമാണ്, മതരാഷ്ട്രവാദികളാണ്. പാകിസ്ഥാനെയും താലിബാനെയും ISIS-നെയും പോലെ നമ്മുടെ ഇന്ത്യയെ മാറ്റി തീർക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ തീവ്രവാദികളാണ് ഇതിന് കാരണം. അത് വിളിച്ചു പറയാൻ എന്തേ മടി? അതിന് അധികാര രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി മുതൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വരെയുള്ളവന്മാർ അതിന് ഓശാനമാടുന്നു എന്ന് വിളിച്ചു പറയാൻ എന്തേ മടി? അങ്ങനെ വിളിച്ചു പറയാൻ കരളുറപ്പ് കാണിക്കുമ്പോഴാണ് ചാട്ടവാറെടുത്ത ക്രിസ്തുവിനെ പോലെ ആൾക്കൂട്ടം കല്ലെറിഞ്ഞു കൊല്ലാൻ വന്നപ്പോൾ നിന്നിൽ പാപം ചെയ്യാത്ത ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവനെടുക്കട്ടെ ആദ്യത്തെ കല്ല് എന്ന് വിളിച്ചു പറഞ്ഞതുപോലെ തന്റെ ഇടം ഉണ്ടാവണം, കരളുറപ്പുണ്ടാകണം. ആ കരളുറപ്പും തന്റെ ഇടവുമാണ് പരിമിതിയോടുകൂടിയെങ്കിലും ഇന്നത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷം ഉയർത്തിപ്പിടിച്ചത്. ഒറ്റ വാചകം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൽ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യം എന്താണ്, എന്തുകൊണ്ട് ഇത് കേരളത്തിൽ ഉണ്ടാകുന്നില്ല? ദീപിക പറയുന്നു പോലും സഹകതാരകമാണ്. ദീപിക പറയുന്നു, ക്രിസ്തുമത വിശ്വാസികളും മതനിരപേക്ഷവാദികളും വിശാലമായ അർത്ഥത്തിൽ ആക്രമിക്കപ്പെടാത്ത ഏക സ്ഥലം കേരളമാണ്. എന്തുകൊണ്ട് കേരളം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? കേരളത്തിൽ BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള കാരണം എന്താണ്? കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം ഇവിടെയുണ്ട്, കാര്യങ്ങളെ ബോധ്യപ്പെടാൻ കഴിയുള്ള സമൂഹമുണ്ട്. അത് എങ്ങനെയുണ്ടായി? ആ വിദ്യാഭ്യാസം ആരിവിടെ കൊടുത്തു? അതിവിടെ ക്രിസ്ത്യൻ മിഷണർമാര്, ക്രിസ്ത്യാനികള്, അവിടെ സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, ഇവിടെ ക്രിസ്ത്യാനി എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു. അത് ഞങ്ങൾ ഉൾപ്പെടെ, അവർ മിഷണറിമാർ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ നടത്തിയ സാക്ഷരതാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ബഹുമാന്യനായ പ്രതിനിധി, അങ്ങ് മനസ്സിലാക്കണ്ടേ, ഇന്നത്തെ കേരളത്തെ ഞെട്ടിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? RSS-ന്റെ സർസംഘചാലക് ഇന്ന് ഛത്തീസ്ഗഡിലും കഴിഞ്ഞ ദിവസം മറ്റിടങ്ങളിലും ഇന്ത്യൻ മുസൽമാനെയും ക്രിസ്ത്യാനികളെയും മതനിരപേക്ഷവാദികളെയും ഗൗരി ലങ്കേശയും ഒക്കെ കൊന്നുകളയാൻ നേതൃത്വമായ ഇന്ത്യൻ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ നേതാവ് കേരളത്തിലുണ്ട്. എന്താ കേരളത്തിലെ പരിപാടി? ജ്ഞാനസഭ. ആരാണ് ജ്ഞാനസഭയിൽ പങ്കെടുക്കുന്നത്? നല്ല സാക്ഷരത നേടിയവർ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലെ സർവകലാശാലകളിൽ പാണ്ഡിത്യം കൊണ്ട് കീഴടക്കി സംഘപരിവാർ വിധേയത്വം കാണിച്ചിട്ടുള്ള ഒന്നാന്തരം പണ്ഡിതന്മാരാണ്. പാണ്ഡിത്യമുണ്ട് എന്നുള്ളതുകൊണ്ട് വർഗീയവാദി അല്ലാതാകുമോ? അങ്ങ് നിഷ്കളങ്കമായി ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. സാക്ഷരത ഉണ്ട് എന്നുള്ളത് കൊണ്ട് വർഗീയതയെ ചെറുക്കാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതിന്റെ ഇന്നത്തെ കേരളത്തിലെ അനുഭവമാണ്. ജ്ഞാനസഭയിൽ പങ്കെടുക്കാൻ മുട്ടിടിച്ച് ശിരസ് കുനിച്ച് നട്ടല് വളച്ച് ഇന്ന് കേരളത്തിലേക്ക് ഒഴുകിയെത്തിയ വൈസ് ചാൻസലർമാരുടെ മുഖം. അവരെ ഓർത്തിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. പാണ്ഡിത്യം വേറെ, വർഗീയ വിരുദ്ധ രാഷ്ട്രീയം വേറെ. പാണ്ഡിത്യം വേറെ, മതനിരപേക്ഷതയും ഇന്ത്യ എന്ന ആശയത്തിന്റെ പ്രത്യേകതയും വേറെ. അതുകൊണ്ട് അതും ഇതുമല്ല പ്രത്യേകത. RSS-ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരുത്തുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന സ്ഥലം കേരളമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു പള്ളിയുടെ ശില പൊളിക്കാൻ അതിന്റെ 1000 ആണ്ട് പറകിലുള്ള ചരിത്രത്തിന്റെ പേരിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കൊണ്ട് ഒരു കുഴി കുഴിച്ചിട്ട് ഇത് ഞങ്ങളുടെ ആലയമാണ് എന്ന് പ്രഖ്യാപനം നടത്തി, കലാപം നടത്തി, നിരപരാധികളെ വേട്ടയാടി കൊന്നുകളയാൻ ശ്രമിക്കുന്ന കന്തമാലിലെ, കന്യാസ്ത്രീകളെ ബലാത്കാരം ചെയ്ത ഒറീസയിലെ, ബൈബിൾ കത്തിച്ചു കളഞ്ഞ കാന്തമാലിലെ, ക്രിസ്ത്യൻ പള്ളികളെ ചുട്ടരിച്ചു കളഞ്ഞ ചുരാചൻപൂരിലെ, മണിപ്പൂരിലെ, ഛത്തീസ്ഗഡിലെ അനുഭവം എന്തുകൊണ്ട് വാളയാർ ചുരത്തിനിക്കരെ ഉണ്ടാകുന്നില്ല? രാഷ്ട്രീയമായ നട്ടൽ ഉയർത്തിപ്പിടിച്ച് മലയാളി വർഗീയത എന്ന് പറഞ്ഞ് ചെറുത്തു തോൽപ്പിക്കാൻ കരളുറപ്പ് കാണിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു ക്രിസ്തു മത വിശ്വാസിക്കോ, ഒരു ഇസ്ലാം മത വിശ്വാസിക്കോ, ഒരു ഹിന്ദു മത വിശ്വാസിക്കോ, ജാതി സമുദായത്തിന്റെ ഉയർച്ച താഴ്ചകൾ ഏതുമാകട്ടെ, അവർക്കെതിരെ ഒരു വർഗീയവാദി ആക്രമണം നടത്തുമ്പോൾ ഇതൊരു ക്രിസ്ത്യൻ വിഷയമല്ല, ഇതൊരു മുസ്ലിം വിഷയമല്ല, ഇതൊരു ഹിന്ദു വിഷയമല്ല, ഇത് മതനിരപേക്ഷ കേരളത്തിന്റെ പ്രശ്നമാണ് എന്ന തിരിച്ചറിവിൽ എല്ലാ മതവിശ്വാസികളും, ഒരു മതവിശ്വാസത്തിൽപ്പെടാത്തവരും ഒറ്റക്കെട്ടായി വർഗീയത എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനും ചെറുത്തു തോൽപ്പിക്കാനും നിൽക്കുന്നത് കൊണ്ടാണ് ഈ സംഘങ്ങൾക്ക് കേരളത്തിലേക്ക് വന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ച പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയാതെ